ഹായ് ഫ്രണ്ട്സ്, ഡ്രീം പെറ്റൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. സാധാരണയായിട്ട് താമരയുടെ കിഴങ്ങ് നടുമ്പോൾ നമ്മൾ അതിനടിവളമായിട്ട് ചാണകപ്പൊടി, എല്ലുപൊടി, മണിര കമ്പോസ്റ്റ് തുടങ്ങിയവ ചേർത്ത് കൊടുക്കാറുണ്ട്. അതിൻ്റെ മുകളിൽ മണ്ണിട്ടിട്ട് അതിലാണ് നമ്മൾ താമരയുടെ കിഴങ്ങ് നടുന്നത്. അങ്ങനെ താമര വളർന്ന് അതിന് കോയിൻ ലീഫും സ്റ്റാൻഡ് ലീഫൊക്കെ വന്നു തുടങ്ങുമ്പോൾ വേഗം പൂടാനും അതുപോലെ ചെടി നല്ല ആരോഗ്യത്തിൽ വളരാനും വേണ്ടിയിട്ട് നമുക്ക് ഡാപ്പ്, NPK മുതലായുള്ള രാസവളങ്ങളോ അല്ലെങ്കിൽ ഓർഗാനിക് ടാബ്ലറ്റ്സോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മൾ ഡാപ്പോ NPK ഒക്കെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ പേപ്പറിൽ നമുക്ക് ആവശ്യത്തിന്, അതായത് ഇത്രയും മതിയാവും, ഈ അളവിൽ ഇതെടുത്തിട്ട് ഇതുപോലെ പേപ്പറിൽ പൊതിഞ്ഞ് നമുക്ക് ആ പാത്രത്തിൻ്റെ നടുക്കിൽ വച്ചു കൊടുക്കാം. പക്ഷേ എനിക്ക് ഈ രാസവളങ്ങൾ ഉപയോഗിക്കുന്നതിനോട് അത്ര താല്പര്യമില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നമ്മൾ ഈ താമര വച്ച പാത്രത്തിൽ കൊതുക് വരാതിരിക്കാനായിട്ട് മീൻ കുഞ്ഞുങ്ങളെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവയ്ക്ക് എന്തെങ്കിലും പറ്റുമോ എന്നുള്ളൊരു പേടി എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ രാസവളങ്ങളൊന്നും ഉപയോഗിക്കാറില്ല. പകരം ഓർഗാനിക് ടാബ്ലറ്റാണ് വച്ചു കൊടുക്കുന്നത്. അങ്ങനെ വച്ചു കൊടുത്തു കഴിയുമ്പോൾ എൻ്റെ താമരയ്ക്കൊക്കെ വളരെ പെട്ടെന്ന് തന്നെ മുട്ടുകൾ വന്നു. എല്ലാറ്റിനും ധാരാളം മുട്ട് വന്നു കേട്ടോ. പിന്നെ പൂക്കളുണ്ടായി. നല്ല ആരോഗ്യത്തോടു കൂടി ചെടികൾ വളരാനും തുടങ്ങി. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറൊക്കെ ചെയ്യുക. പിന്നെ എപ്പോഴും കൂടെ ഉണ്ടായിരിക്കുന്നതിന് ഒരുപാട് സ്നേഹത്തോടെ നന്ദി.